ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഭാഗ്യവചനധാരിയുടെ ശ്രോതാക്കൾക്ക് വന്ദനം. ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, വീണ്ടും ഒരിക്കൽ കൂടി ദൈവം തന്നെയായ തിരുവചനത്തിന്റെ മുൻപിൽ എത്തുവാനുള്ള അനുഗ്രഹം തന്ന അത്യുന്നതനായ ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. സങ്കീർത്തനം 56:8 അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിൽ ഉണ്ടല്ലോ എന്ന് പറയുന്നു. ബൈബിളിൽ എവിടെയൊക്കെ ആരെല്ലാം കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടോ അവിടെയെല്ലാം ആശ്വസിപ്പിക്കുന്ന, കണ്ണുനീരൊപ്പുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. സങ്കീർത്തനം 55:17 സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും, അവിടുന്ന് എൻ്റെ സ്വരം കേൾക്കും എന്ന് പറയുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 30:19, 20, 21 തിരുവചനങ്ങളിൽ ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല, നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും, അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. കണ്ടോ, കൂടെ നിന്ന് വഴി പറഞ്ഞു തരുന്ന നമ്മുടെ ദൈവം. സങ്കീർത്തനം 126:5-6 തിരുവചനങ്ങളിൽ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ, വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. കണ്ണുനീരിന്റെ അവസ്ഥയൊക്കെ മാറി ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഒരു അനുഭവം ഉണ്ടാകുന്നു. വീണ്ടും സങ്കീർത്തനം 18:6 പറയുന്നു, കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു, അവിടുന്ന് തന്റെ ആലയത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു, എന്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. പ്രിയ സഹോദരങ്ങളെ, വളരെ ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടെ നനഞ്ഞ കണ്ണുകളുമായി ഒരു ദിവ്യബലിയിൽ നമ്മൾ സംബന്ധിച്ച് തീരുന്നതിന് മുമ്പ് യേശുതമ്പുരാൻ നമ്മുടെ കണ്ണുനീർ തുടച്ച് സന്തോഷിപ്പിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവും. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10:46 മുതലുള്ള തിരുവചനങ്ങളിൽ യേശു ശിഷ്യന്മാരോടുകൂടെ ജെറിക്കോ വിട്ട് പോകുന്ന ആ സമയത്ത് തിമോസിന്റെ പുത്രനായ ബർത്തിമയോസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസറേയനായ യേശുവാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന്. നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് തന്നെ അവിടെ നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അവനോട്, ധൈര്യമായിരിക്ക, യേശു നിന്നെ വിളിക്കുന്നു, വേഗം ചെല്ല് എന്നൊക്കെ പറഞ്ഞപ്പോ അവന്റെ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിന്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, യേശുവിന്റെ ആ ചോദ്യം നമ്മളോടും കൂടി ആണ് എന്ന ബോധ്യത്തിൽ നമ്മുടെ ദുഃഖങ്ങളും ആവലാദികളും കണ്ണുനീരും നൊമ്പരവും എല്ലാം യേശുതമ്പുരാന്റെ തൃപ്പാദങ്ങളിൽ നമ്മൾ ഇറക്കി വെച്ചാൽ ബർത്തിമയോസ് വളരെ സന്തോഷത്തോടെ കുതിച്ചു ചാടി പോയതുപോലെയുള്ള ഒരു അനുഭവം നമുക്കുമുണ്ടാവും. നമ്മുടെ ദൈവം കണ്ണുനീരും മറികടന്നു പോകുന്ന ഒരു ദൈവമല്ല സഹോദരങ്ങളെ. നദി താഴേക്കൊഴുകും, എന്നാൽ കണ്ണുനീര് മുകളിലേക്ക് ഒഴുകുമെന്നാണ് പറയുന്നത്. സങ്കീർത്തനം 116:7-8 തിരുവചനങ്ങൾ ഇപ്രകാരമാണ്, എന്റെ ആത്മാവെ, നീ ശാന്തിയിലേക്ക് മടങ്ങുക, കർത്താവ് നിന്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു, അവിടുന്ന് എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. ഈ തിരുവചനങ്ങൾ എപ്പോഴും ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ട് നടന്നാൽ നമുക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഈ തിരുവചനത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഒരിക്കലും ഒരു പുരോഹിതൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതുവത്സരത്തിൽ ഉന്നതത്തിൽ നിന്ന് കിട്ടിയ ഒരു സമ്മാനമായി നമുക്ക് ഈ തിരുവചനത്തെ സ്വീകരിക്കാം. നമ്മുടെ കണ്ണുനീർ കുപ്പിയിൽ ശേഖരിക്കുന്ന നല്ലവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി.